വെൽക്കം ടു യുവർ ചാനൽ. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാക്സ് സീഡ്സിനെ പറ്റിയാണ്. അപ്പോൾ ഫ്ലാക്സ് സീഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമേഗ 3 ആയിരിക്കും. ഹെൽത്തി സോഴ്സ് ഓഫ് ഒമേഗ 3 ആണ് നമ്മുടെ ഫ്ലാക്സ് സീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫ്ലാക്സ് സീഡ്സ് പോലെ തന്നെ നമുക്ക് ഈ പറയുന്ന വാൾനട്ട്സിൻ്റെ അകത്തുനിന്നും അതുപോലെ തന്നെ നമുക്ക് ഹോൾ എക്സ്, നമ്മുടെ ഫുൾ എക്സ്, അത് യെല്ലോയും വൈറ്റും ചേർന്ന എഗ്ഗ്, അതിൻ്റെ അകത്തുനിന്നും അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന നമ്മുടെ സാൽമൺ ഫിഷ്, ട്യൂണ ഫിഷ്, ഇതിൻ്റെ അകത്തുനിന്നെല്ലാം നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമേഗ 3 കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഫുഡിൻ്റെ അകത്തുനിന്നെല്ലാം വളരെ ഒരു ഡിഫറൻസ് നമ്മുടെ ഈ പറയുന്ന ഫ്ലാക്സ് സീഡ്സിലുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വില തന്നെയാണ്. വില മാത്രമല്ല കുറേയധികം കാര്യങ്ങളുണ്ട്. വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നോക്കിയാൽ മതി. ഇപ്പോൾ 270 സംതിങ് രൂപയ്ക്കാണ് ഞാൻ ഈ പറയുന്ന സംഭവം ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. അപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പക്ഷേ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഫുഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. വാൾനട്ട്സിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ പിടിച്ചിട്ടുള്ളതാണ്. വാൾനട്ട്സിന് ഭയങ്കര അത്യാവശ്യം നല്ല റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് വളരെ ചീപ്പായിട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഹോളെക്സിൻ്റെ കേസ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോളെക്സ് നമുക്ക് എങ്ങനെയാണ്, അതിൻ്റെ അകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റും വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് യെല്ലോ നമുക്ക് പറയാം. ഹോളെക്സ് എന്ന് പറയുമ്പോൾ യെല്ലോയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. യെല്ലോയ്ക്കകത്താണ് ഈ പറയുന്ന ഒമേഗ 3 കാര്യങ്ങളെല്ലാം വന്നേക്കുന്നത്. അപ്പോൾ അതും കൂടെ കൂട്ടി കഴിയുമ്പോൾ അതിനകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരുപാടധികം കഴിക്കാൻ പറ്റത്തില്ല. മാക്സിമം ഒരു ഡേയിൽ നമുക്ക് 2 എണ്ണമൊക്കെ ഹോളെക്സ് ഒക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കേസിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഈ ഫ്ലാക്സ് സീഡ്സ് തന്നെ ഒന്ന് മുൻപന്തിയിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതൊന്നും മാത്രമല്ല ഫ്ലാക്സ് സീഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒമേഗ 3 ആണ്. പ്ലാന്റ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബാക്കിയുള്ള സംഭവം ഇപ്പോൾ സാൽമൺ ഫിഷ്, ട്യൂണ ഫിഷ്, ഈ പറയുന്ന എഗ്സ്, ഇതൊന്നും നമുക്ക് വെജിറ്റേറിയൻസിന് കഴിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഇത് വാൾനട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന അതുപോലെ ചിയാ സീഡ്സിൻ്റെ അകത്തൊക്കെ ഒമേഗ 3 ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പ്ലാന്റ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് വെജിറ്റേറിയൻസിനും കഴിക്കാമെന്നാണ് സാധിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതൊന്നും മാത്രമല്ല ഒമേഗ 3 മാത്രമല്ല ഒരുപാട് അഡ്വാൻറ്റേജ് നമ്മുടെ ഈ പറയുന്ന ഫ്ലാക്സ് സീഡ്സിനുണ്ട്. അപ്പോൾ അതിനെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകും. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമേഗ 3 പറ്റി തന്നെയാണ്. ഇത് ഹെൽത്തി സോഴ്സ് ഓഫ് ഒമേഗ 3 ആണ്. അപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, പല വീഡിയോസിലും കേട്ടിട്ടുണ്ടായിരിക്കും ഒമേഗ 3 ധാരാളമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, ഫ്ലാക്സ് സീഡിന് കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷേ ഒമേഗ 3 എന്താണെന്ന് പലർക്കും അറിയത്തില്ല. ഒമേഗ 3 എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മസിൽ ബിൽഡിങ്ങിനും അതുപോലെ തന്നെ ഫാറ്റ് ലോസിനും മാത്രമല്ല നമ്മൾ ഒമേഗ 3 കൺസ്യൂം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൺസ്യൂം ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഒമേഗ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, അതുപോലെ നമ്മുടെ ഐസിന് നല്ലതാണ്, നമ്മുടെ ഹെയറിന് നല്ലതാണ്. അപ്പോൾ ഇത്രയധികം അഡ്വാൻറ്റേജ് നമുക്ക് ഈ പറയുന്ന ഒമേഗ 3 അകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ അകത്ത് കിട്ടാത്തതുകൊണ്ട് തന്നെ സപ്ലിമെൻറ്റ്സിൻ്റെ അകത്തുനിന്ന് ഈ പറയുന്ന ഒമേഗ 3 കഴിക്കാറുണ്ട്. ഇപ്പോൾ ഫുഡിൻ്റെ അകത്ത് നമ്മൾ എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ചിയാ സീഡ്സിനകത്ത് കിട്ടുന്നുണ്ട്, വാൾനട്ട്സിനകത്ത് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സിനകത്ത് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല അത് നമുക്ക് ഈ പറയുന്ന സപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് കഴിക്കാൻ വേണ്ടി സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഫിഷ് ഓയിൽ എടുക്കുകയാണ്, ഫിഷ് ഓയിൽ ക്യാപ്സ്യൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഈ പറയുന്ന ഒമേഗ 3 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ഫ്ലാക്സ് സീഡിന് അതിൻ്റെ ഓയിൽ അവൈലബിൾ ആണ്, ഓയിൽ സപ്ലിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സപ്ലിമെൻറ്റ് ആണ് നമുക്ക് ഈ പറയുന്ന ഒമേഗ 3 കിട്ടുന്നത്. അപ്പോൾ ഈ ഒമേഗ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന മസിൽ ബിൽഡിംഗ് ഫാലോസിനൊന്നും മാത്രമല്ല എല്ലാവർക്കും തന്നെ കഴിച്ചിരിക്കാവുന്നതാണ്, വേറെ ഒരു സൈഡ് എഫക്ട്സ് ഇല്ലാത്ത സംഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫ്ലാക്സ് സീഡ്സ് നിങ്ങളുടെ ഈ ഒരു ഡയറ്റിന് അത് ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെപ്പറ്റിയുള്ള സെർവിങ്ങും കാര്യങ്ങളും ഈ ഫ്ലാക്സ് സീഡ് എന്തോട് വേണം കഴിക്കേണ്ടത്, ഇതിൻ്റെ ന്യൂട്രീഷൻ കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് വീഡിയോ അവസാനം തന്നെ നമ്മൾ പറഞ്ഞുതരാം. നമുക്ക് കൂടുതൽ കുറച്ചുകൂടെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ അതിലോട്ടൊക്കെ നമുക്ക് പോകാം. അടുത്ത ഈ ഫ്ലാക്സ് സീഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫൈബർ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ വയറ് നിറഞ്ഞിരിക്കുക, എപ്പോഴും നമുക്ക് വയറ് ഇറങ്ങിയിരിക്കുന്ന ഒരു കണ്ടീഷനായിരിക്കും, നമുക്ക് വിശക്കത്തില്ല. ഇപ്പോൾ നമ്മൾ ഫാറ്റ് ലോസിൻ്റെയൊക്കെ കേസിനായിട്ട് വരുവാണെങ്കിൽ തന്നെ നമുക്ക് ഫാറ്റ് ലോസ് വരാതിരിക്കാൻ തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ 24 മണിക്കൂർ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഒരു കാരണവശാലും നമുക്ക് വെയിറ്റ് ലോസ് ആകത്തില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്, കാരണം വെച്ചാൽ നമുക്ക് ക്രേവിംഗ് ആണ്, നമുക്ക് എപ്പോഴും വിശപ്പാണ്, നമുക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ആഗ്രഹം വരുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആഗ്രഹം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കഴിച്ചാൽ, കാരണം വെച്ചാൽ ഫൈബർ ഫുഡ് ആയതുകൊണ്ട് പെട്ടെന്ന് അത് ദഹിക്കത്തില്ല. പെട്ടെന്ന് ദഹിക്കാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വിശപ്പ് തോന്നത്തില്ല, നമുക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയത്ത് നമുക്ക് വിശപ്പ് തോന്നത്തില്ല. അപ്പോൾ അങ്ങനെ അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫ്ലാക്സ് സീഡ്സ് എന്നൊക്കെ പറയുന്നത് ടോപ്പിംഗ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. അതായത് അവർ കഴിക്കുന്ന ഫുഡിൻ്റെ കൂടെ തന്നെ ടോപ്പിംഗ് ആയിട്ട് ഈ ഫ്ലാക്സ് സീഡ് മാത്രമായിട്ടായിരിക്കില്ല അവർ കഴിക്കുന്നത്. ഇപ്പോൾ ഡ്രിങ്ക്സ് ആണെങ്കിൽ അവരിങ്ങനെ കുറച്ച് ടോപ്പിംഗ് ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് കുറച്ച് നേരത്തേക്ക് വിശക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടെ ഇതിന് വരുന്നത്. നിങ്ങൾക്ക് സാലഡ്സിൻ്റെ ഒക്കെ കൂടെ തന്നെ ഇതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അത് മാത്രമല്ല ഇപ്പോൾ നമുക്ക് പല സംഭവങ്ങളും അവൈലബിൾ ആണ്, നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ ഹോൾ വീറ്റ് ബ്രെഡിൻ്റെ അതൊക്കെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചിയാ സീഡ്സ് അതുപോലെ ഫ്ലാക്സ് സീഡ്സ് ഒക്കെ ഇട്ട് വരുന്ന തരത്തിലുള്ള ബ്രെഡുകളുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ടോട്ടൽ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജും കാര്യങ്ങളൊന്നും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഏതെങ്കിലും ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് ഫ്ലാക്സ് സീഡ്സും കൂടെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു നല്ല ഹെൽത്തി ഫുഡായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇടാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് റോ ആയിട്ട് തന്നെ ഈ സംഭവം കഴിക്കാവുന്നതാണ്. ടേസ്റ്റിന് ഒരു പ്രോബ്ലം ഇല്ല, നല്ല പക്ക ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് വേറെയുള്ള സീഡ്സ് ഒക്കെ നമ്മൾ കഴിക്കുന്നതൊക്കെ ഒരു ഡിസ്റ്റർബിങ് ടേസ്റ്റ് ഒന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ പറയുന്ന ഫ്ലാക്സ് സീഡ്സിൽ നിന്ന് കിട്ടുന്നത്.
അപ്പോൾ അതാണ് നമുക്ക് അടുത്തായിട്ട് പറയാൻ പറ്റുള്ള അഡ്വാൻറ്റേജ്. ഇനി അടുത്ത അഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്യാൻസറിനെയും അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ഡിസീസിനെയൊക്കെ ഫൈറ്റ് ചെയ്യുന്നതാണ് പഠനങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഹാർട്ട് ഡിസീസ് ഒക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞാൻ പല വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് നല്ല കൊളസ്ട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ ബാഡ് കൊളസ്ട്രോൾ ഉണ്ട്. നമ്മുടെ ബ്ലഡിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബാഡ് കൊളസ്ട്രോൾ കൂടി കഴിയുമ്പോഴാണ് പ്രോബ്ലം ആണ്. അതായത് LDL കൂടി കഴിയുമ്പോഴാണ് പ്രോബ്ലം ആണ്. അപ്പോൾ ഈ LDL കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ HDL ആവശ്യമുണ്ട്. അതായത് ഗുഡ് കൊളസ്ട്രോൾ വരുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പറയുന്ന ബാഡ് കൊളസ്ട്രോൾ പറയും. അപ്പോൾ ഗുഡ് കൊളസ്ട്രോൾ ആണ് നമ്മുടെ ഈ പറയുന്ന ഫ്ലാക്സ് സീഡ്സ് ഒക്കെ തരുന്നത്. അപ്പോൾ അങ്ങനെ തന്നു കഴിയുമ്പോഴത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഹാർട്ട് ഡിസീസ് ഒന്നും ഉണ്ടാകത്തില്ല. അത് മാത്രമല്ല നമുക്ക് ഈ പറയുന്ന സംഭവം ഞാൻ പറഞ്ഞത് ക്യാൻസർ ഫൈറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വാൾനട്ട്സ് ഒക്കെ പോലെ തന്നെ ഇത് ഒരു ക്യാൻസർ ഫൈറ്റിംഗ് ഫുഡാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ന്യൂട്രീഷണൽ കാര്യങ്ങളോട്ടൊക്കെ പോകാം. അപ്പോൾ ഈ ന്യൂട്രീഷണൽ കാര്യങ്ങളോട്ട് പോകുകയാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം ഒരു ഗ്രൗണ്ടഡ് എമൗണ്ടിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇതിനെ പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ഒരു എമൗണ്ടാണ് ഗ്രൗണ്ടഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൗണ്ടഡ് ഫ്ലാക്സ് സീഡ്സ് ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണിൻ്റെ അകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 ഗ്രാമോളം തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന omega-3 വരുന്നുണ്ട്. നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ക്യാപ്സ്യൂളിനകത്ത്, ഒരു ഫിഷ് ഓയിൽ ക്യാപ്സ്യൂളിനകത്ത് 1 ഗ്രാം മാത്രമേ ഈ പറയുന്ന omega-3 വരുന്നുള്ളൂ. അപ്പോഴാണ് ഇത്രയും ചീപ്പായിട്ടുള്ള എമൗണ്ടിൽ നമുക്ക് ഒരു ടീസ്പൂണിൽ നിന്ന് തന്നെ ഗ്രൗണ്ടഡിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. പൊടിച്ച് കഴിയുമ്പോൾ ഉള്ള ഒരു എമൗണ്ടിൽ 1 ടീസ്പൂണിനകത്ത് തന്നെ 1.5 ഗ്രാമോളം നമുക്ക് ഈ പറയുന്ന omega-3 വരുന്നുണ്ട്. അപ്പോൾ ഈ omega-3 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇതൊരു എസെൻഷ്യൽ ഫാറ്റി ആസിഡാണ്. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഈ പറയുന്ന സംഭവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൊണ്ട് ഇതുപോലുള്ള ഫുഡിൻ്റെ അതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സിൻ്റെ അതൊന്നും മാത്രമേ നമുക്ക് ഈ പറയുന്ന omega-3 കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ നോക്കി വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ലാസ്റ്റ് രൂപത്തിൽ നമുക്ക് ഇതിൻ്റെ സെർവിങ് കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ സെർവിങ് എന്തോരം എടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് ഇത്രയധികം അഡ്വാൻറ്റേജ് ഇതിനുണ്ടെങ്കിൽ പോലും നമുക്ക് ഇത് ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല പ്രോബ്ലംസ്, ഡൈജഷൻ പ്രോബ്ലംസും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകത്തില്ല. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂ മച്ച് ആയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് ബേസ്ഡ് ആയതുകൊണ്ട് റോ ആയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡൈജഷൻ ഒരുപാടധികം പ്രോബ്ലംസ് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു എമൗണ്ട് ക്രമീകരിച്ചിട്ട് മാത്രം കഴിക്കുക. എത്രയാണ് ഞാൻ പറയുന്ന എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 ഗ്രാം നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ മതി. നമ്മുടെ ഈ പറയുന്ന ഫുഡിൻ്റെ അകത്തോട്ട് ഡയറ്റിൻ്റെ അകത്തോട്ട് 10 ഗ്രാമൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ അത് നിങ്ങൾക്ക് അങ്ങനെയാണല്ലോ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സാലഡ്സിന് ടോപ്പിംഗ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എല്ലാ സ്നാക്കൊക്കെ ആയിട്ടോ നമുക്ക് ഇത് കഴിക്കാവുന്ന സാധിക്കുന്നതാണ്. അപ്പോൾ അത് 10 ഗ്രാം എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ന്യൂട്രീഷൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.9 ഗ്രാമോളം തന്നെ നമുക്ക് പ്രോട്ടീൻ വരുന്നുണ്ട്. അതുപോലെ 2.8 ഗ്രാമോളം ഫൈബർ വരുന്നുണ്ട്. അതുപോലെ 3 ഗ്രാമോളം നമുക്ക് കാർബോഹൈഡ്രേറ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന ഫാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റാണ്. 4.3 ഗ്രാമാണ് ഫാറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ന്യൂട്രീഷൻ കാര്യം. അതുപോലെ നമ്മൾ എന്തോരമാണ് കഴിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി നമുക്ക് പറയാം. 10 ഗ്രാം കഴിച്ചാൽ മതി. ഒരു ദിവസം നമ്മൾ 10 ഗ്രാം കഴിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. വളരെ ചുരുക്കിയുള്ള കുറേ പോയിന്റ്സ് ആണ് നമ്മൾ ഈ പറയുന്ന വീഡിയോയിൽ കവർ ചെയ്തിരിക്കുന്നത്. ഫ്ലാക്സ് സീഡ്സിനെ പറ്റി നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഏതായാലും എന്തിനാണ് ഞാനിങ്ങനെ ഒരുപാടധികം ഫുഡിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും ഡയറ്റിനെ പറ്റി കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഏതായാലും ഉടനെ നല്ലൊരു ഡയറ്റ് വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ കവർ ചെയ്തിരിക്കുന്ന അപ്പോൾ കുറേ ഫുഡിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് ചിലപ്പോൾ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് പിന്നീട് ഒരു ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഓരോ ഫുഡിനെ പറ്റി എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുള്ളതാണ് വരുന്നത്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു കിട്ടുന്ന വീഡിയോ നമുക്ക് കാണാം. Bye.